നമുക്കറിയാം, രാജ്യം അതിഭയാനകമായ കോവിഡ് സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സാധാരണ ജനത്തിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി അന്വേഷിക്കുകയാണ് ഇന്ന് 1.5 മണിക്കൂർ നീളുന്ന ഈ പ്രത്യേക എൻകൗണ്ടർ. ഒപ്പം പ്രാണവായു കിട്ടാതെ ആളുകൾ മരിക്കുന്ന ഡൽഹിയിലെ മലയാളികളായ ആരോഗ്യ പ്രവർത്തകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. കോവിഡിൽ ഇനി നമുക്ക് മുന്നോട്ടുള്ള വഴിയെന്ത്? എൻകൗണ്ടർ അന്വേഷിക്കും. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ന് എന്നോടൊപ്പം അതിഥികളായി എത്തുന്നു ഇവർ: ഡോക്ടർ മുഹമ്മദ് അഷീൽ, സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ; ഡോക്ടർ ഫത്താഹുദ്ദീൻ, കോവിഡ് നോഡൽ ഓഫീസർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്; ഡോക്ടർ പത്മനാഭ ഷെണായ്, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ഫസൽ ഗഫൂർ; ഡൽഹി എയിംസിലെ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ പ്രവീൺ പ്രദീപ്; UNAയുടെ ഡൽഹി പ്രസിഡന്റ് നഴ്സുമായ ശ്രീ ജോഷി മാത്യു എന്നിവർ. ഞാൻ ഈ ചർച്ച തുടങ്ങുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലാണ്. കാരണം അദ്ദേഹമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച്, ആരോഗ്യ വകുപ്പിനെ പ്രതിനിധീകരിച്ച്, സർക്കാർ സംവിധാനങ്ങളെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ഡോക്ടർ മുഹമ്മദ് അഷീൽ, വളരെ ആശങ്കയുണ്ട് സാധാരണക്കാരായ ആളുകൾക്കെല്ലാം തന്നെ. അവർ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ എത്ര ലംഘിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്രത്തോളം അവരുടെ മനോഭാവത്തിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും, മനസ്സിൻ്റെ അടിത്തട്ടിൽ ആശങ്ക കൊണ്ട് നടക്കുന്നുണ്ട് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഉത്തരേന്ത്യയിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് ഭയപ്പെടേണ്ടതില്ല, അതേസമയം തന്നെ നമ്മളൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യവും വേണം. സ്വാഭാവികമാണല്ലോ ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഏറ്റവും അധികം സാക്ഷരതയുള്ള ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അവർ ദിവസവും വാർത്തകളിലൂടെ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയുന്നുണ്ട്. പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന ആളുകളുടെ എണ്ണം സ്വാഭാവികമായും കേരളത്തിലെ ഓരോ മനുഷ്യനെയും അങ്കലാപ്പിലാക്കുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉത്തരേന്ത്യക്കാരെ കണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെ അതേപോലെ മനസ്സിലാക്കി നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാൻ കാരണം? ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മളിപ്പം പലപ്പോഴും ആളുകൾക്ക് വളരെ പാനിക് കോൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ആളുകൾ വലിയ രീതിയിൽ ആശങ്കപ്പെട്ടുകൊണ്ട് പരിഭ്രാന്തരായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആളുകൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നത് സ്ഥിരമായിട്ട് കാണുന്നൊരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായിട്ടും അത് സംപ്രേഷണം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവരും കാണേണ്ടതാണ്, അതൊന്നുമില്ല. പക്ഷേ അത് കണ്ടിട്ട് ആളുകൾ പരിഭ്രാന്തരാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിലൊരു ഇത് പറഞ്ഞതാണ്, അത്തരം സാഹചര്യത്തിൽ കേരളം അങ്ങനെ പെട്ടെന്ന് പോകുമെന്നുള്ള രീതിയിലല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പാനിക് ആവേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഈ കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ്, ഒരു അഗ്നിപർവ്വതമായിട്ട് നിൽക്കുകയാണെന്ന്. കാരണം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഏത് സംസ്ഥാനത്തിനും എത്രത്തോളം ശക്തമായ സംസ്ഥാനമാണെങ്കിലും അതിനൊരു സർജ് കപ്പാസിറ്റി ത്രഷ് ഹോൾഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്ങാൻ പറ്റാവുന്ന സംവിധാനങ്ങൾക്കൊരു പരിധി ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ആ പരിധി വ്യത്യസ്തമായിരിക്കാം ഓരോ സംസ്ഥാനങ്ങൾ. കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഓക്സിജൻ സ്റ്റോക്ക് ആണെങ്കിൽ അത് 3 ഇരട്ടി ഉണ്ടെന്ന് പറയാം. നമ്മുടെ വെന്റിലേറ്റർ അവൈലബിലിറ്റി നമുക്കുണ്ടെന്ന് പറയാം. നമുക്ക് ഈ ICU ബെഡിൻ്റെ അവൈലബിലിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഭദ്രമാണ് എന്ന് പറയെങ്കിൽ പോലും നമ്മൾ ചില ഇടങ്ങളിലെങ്കിലും, ഇപ്പോൾ എറണാകുളം ജില്ല, കോഴിക്കോട് ജില്ല, ആ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട് തുടങ്ങിയിരിക്കുന്നു. പരമാവധി സ്വകാര്യ ആശുപത്രികൾ നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ നിൽക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴും ഇപ്പം നമ്മൾ അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇനി ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ഈ സർജ് കപ്പാസിറ്റി ത്രഷ് ഹോൾഡ് മറികടക്കും. സർജ് കപ്പാസിറ്റി ത്രഷ് ഹോൾഡ് മറികടന്നാൽ എന്താണ്? പിന്നീടാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. ICU ബെഡുകൾ കിട്ടാത്ത സാഹചര്യം, വെന്റിലേറ്റർ കിട്ടാത്ത സാഹചര്യം. ഇപ്പോൾ ഇറ്റലി പോലെയുള്ള വലിയ സർജ് കപ്പാസിറ്റി സ്ഥലങ്ങൾ പോലും തകർന്ന് നമ്മുടെ മുമ്പിൽ ഉദാഹരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് ഉണർത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അതേസമയം നമ്മൾ പരിഭ്രാന്തരാവാതെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. അല്ലാതെ എല്ലാം കൈവിട്ടു പോയി എന്നൊരു തോന്നലിലൂടെ വളരെയധികം ഒരു നിസ്സഹായ അവസ്ഥയല്ല ഇപ്പോൾ വേണ്ടത്. നമ്മൾ ജാഗ്രത. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ്, അതായത് നമുക്ക് ഇന്ന് 6 അതിഥികളുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂർ നീളുന്ന ജനങ്ങൾക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതുകൂടിയാണ് ഈ പരിപാടിയുടെ എൻകൗണ്ടർ ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ
അതിഥികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് ടു ദ പോയിന്റ് ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡോക്ടർ മുഹമ്മദ് അഷിൽ, ഇനി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഫത്താഹുദ്ദീൻ, താങ്കളിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ജനസംഖ്യാനുപാതികമായി നോക്കുകയാണെങ്കിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ആശങ്കാജനകമാം വിധം ഭയപ്പെടുത്തുന്ന തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയിലാണ് താങ്കൾ ഉള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് താങ്കൾ. എറണാകുളമാണ് ഈ അപകടാവസ്ഥയിലുള്ളത്. നമുക്കറിയാം, നമ്മൾ കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകളെ 3 കാറ്റഗറിയായി തിരിക്കുന്നുണ്ടെന്ന് ഇതിനു മുൻപ് പല ചർച്ചകളിലും ഡോക്ടർ മുഹമ്മദ് അഷീൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയ സിംറ്റംസ് ഉള്ളവർ, കുറച്ചുകൂടി ഗുരുതരമായ സിംറ്റംസ് ഉള്ളവർ, പിന്നെ ഇതിനു മുൻപ് തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റു പല അസുഖങ്ങൾ ഉള്ളവർ. അങ്ങനെ 3 തരക്കാരായി നമ്മൾ ഈ കോവിഡ് ബാധിതരെ തിരിച്ചിട്ടുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഉള്ള ചികിത്സാ രീതികൾ എങ്ങനെയാണ്? മൈൽഡ് സിംറ്റംസ് ഉള്ളവർ പോലും ആശുപത്രിയിലേക്ക് പേടിച്ചെത്തുന്ന സാഹചര്യം ഉണ്ട് കേരളത്തിൽ പലയിടത്തും. വലിയ സിവിയർ സിംറ്റംസ് ഉള്ളവർ കാര്യമാക്കാതെ വീട്ടിൽ തങ്ങുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ കൊടുക്കേണ്ട ചികിത്സ, വീട്ടിൽ കൊടുക്കേണ്ട ചികിത്സ, അതല്ലെങ്കിൽ വിശ്രമത്തിലൂടെ മാത്രം ഇതിനെ മറികടക്കാൻ കഴിയുന്ന സാഹചര്യം, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് വളരെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് ആക്റ്റീവ് കേസസ് കണ്ട് ദയവായി ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഈ നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത്. ഈ അസുഖം വരുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഓക്സിജൻ കിട്ടി മരിച്ചാനൊന്നും പോകുന്നില്ല. നമ്മളത് കഴിഞ്ഞ 1 വർഷമായിട്ട് കണ്ടതുമാണ്. ഏതാണ്ട് 85% ആൾക്കാരും ചെറിയ രീതിയിലുള്ള സിംറ്റംസോ, അതിന് മൈൽഡ് സ്റ്റേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സിംറ്റംസ് വന്ന് അത് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ മൈൽഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരാൾക്ക് ചെറിയ തൊണ്ടവേദന വരാം, ചെറിയൊരു പനി വരുന്നു, അപ്പോൾ അവർക്ക് സംശയം തോന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം അവരാരുമായിട്ടോ ഈ സിംറ്റം ഉള്ള ആരെങ്കിലുമായിട്ട് വർക്ക് പ്ലേസിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോയപ്പോഴോ ഒക്കെ കോണ്ടാക്ട് വന്നിരിക്കാമെന്ന് സംശയമുള്ളത്. അപ്പോൾ ആദ്യത്തെ സംശയത്തിൽ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെസ്റ്റ് ആൻഡ് ഐസൊലേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സംശയം വെച്ചുകൊണ്ടിരിക്കാതെ അവർ ടെസ്റ്റ് ചെയ്ത് കൺഫേം ആയി കഴിഞ്ഞാൽ പലപ്പോഴും അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നത് വളരെ വേഗത്തിൽ കുറഞ്ഞു വരുന്നു. അതാണ് നമ്പർ 1. അവർ അങ്ങനെ മൈൽഡ് സിംറ്റമായി പോസിറ്റീവ് ആയാൽ അവർ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അവർക്ക് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്ന ഒരു 3 സൈൻ ഉണ്ട്. അതായത് 1, പെട്ടെന്ന് ശ്വാസം മുട്ടും ചുമയും വരിക. അതായത് പെട്ടെന്ന് ചുമ കൂടി അസുഖം പോസിറ്റീവായി ഒരു 48 അവേഴ്സിനകം ഭയങ്കരമായിട്ട് ചുമ കൂടുകയും 1-2 ചെറിയ ചുമ കഴിയുമ്പോൾ തന്നെ അമിതമായ ഒരു ശ്വാസം മുട്ട് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ 3ാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓക്സിജൻ കുറഞ്ഞു പോവുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും നമ്മുടെ ഒരു വലിയ കൺസേൺ. സാധാരണ രീതിയിൽ ഒരാൾ പോസിറ്റീവായി കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഓക്സിജൻ കുറഞ്ഞു പോവില്ല. സിംറ്റംസ് തുടങ്ങുക അപ്പം തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലരും എന്താ ചെയ്യുന്നത്, ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ അസുഖം മൂർച്ഛിച്ച് ഇത് ഫ്ലൂ ആണ്, എനിക്ക് കോവിഡ് ഒന്നും വരില്ല എന്ന് പറഞ്ഞ് ഡിനൈൽ ചെയ്യുന്നുണ്ട്. ആ ഡിനൈൽ പാടില്ല. ചെറിയ ഒരു ആരംഭത്തിൽ പോലെ ഇപ്പോൾ ഫ്ലൂ ഒന്നും ഇല്ല, ഇപ്പം എല്ലാ പനിയും എല്ലാ ചെറിയ പേശിവേദനയും അത് കോവിഡാണ്, അൺലെസ് പ്രൂവ്ഡ് അതർവൈസ് എന്നുള്ള ഒരു ബോധവൽക്കരണം എല്ലാ ആൾക്കാർക്കും എല്ലാ കുടുംബങ്ങളിലും വേണം. നിങ്ങൾ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ വൈദ്യസഹായം തേടുകയും ടെസ്റ്റ് ചെയ്യുകയും വേണം. താമസിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ദിവസമല്ല അസുഖം തുടങ്ങിയിരിക്കുന്നത്, അതിന് 3-4 ദിവസം മുമ്പ് അസുഖം തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. വൈറസ് കയറി മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ സാധാരണ ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, ഈ PO എന്ന് പറയും, അത് ന്യൂമോണിയ ഓൺസെറ്റ് ഇൻ്റർവെൽ കുറഞ്ഞിട്ട് കുറച്ച് നേരത്തെയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സിംറ്റംസ് ചെറിയ സിംറ്റംസ് എന്ന് പറയുമ്പോൾ വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. രണ്ടാമത്, ഓക്സിജൻ നമ്മൾ അളവ് നോക്കണം. അതിന് നമുക്ക് ആശുപത്രി പോകേണ്ട കാര്യമില്ല. ഒരു പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉപകരണമാണ്, കയ്യിൽ കൊണ്ട് നടക്കാം. അത് 2000 രൂപയോളം വരും. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എത്ര പേർക്കാണോ അത് വാങ്ങിച്ച് എല്ലാ പോസിറ്റീവ് ആൾക്കാർക്കും നോക്കാം. അതിന് സിമ്പിളായിട്ട് പറയേണ്ടത്, അവർ നടക്കുക, റൂമിലൊരു 6 മിനിറ്റ് നടന്നിട്ട് ആദ്യം ഒന്ന് നോക്കുക. സാധാരണ ഓക്സിജൻ ലെവൽ 97 മുതൽ 100 വരെയാണ്. അപ്പോൾ 97 നമ്മുടെ ബേസ് ലൈൻ എന്ന് വയ്ക്കുക. എന്നിട്ട് ആ പോസിറ്റീവും ചെറിയ ചുമയുള്ള ഒരാൾ ഒന്ന് നടന്ന് നോക്കുക. ഹാളിൽ തന്നെ പതുക്കെ ഒരു 6 മിനിറ്റ് നടന്നിട്ട് വീണ്ടും നോക്കുക. അപ്പോൾ ഈ ഓക്സിജൻ 97 നിന്നും 93-ലേക്കോ 92-ലേക്കോ 90-ലേക്കോ വരികയാണെങ്കിൽ അത് ഒരു റെഡ് ഫ്ലാഗ് സൈനാണ്. അത് ഒരു നല്ല ലക്ഷണമല്ല. അപ്പോഴത്തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ വിളിച്ച് ഉപദേശം തേടുകയും അടുത്തുള്ള ആരോഗ്യ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. 3ാമത് ഒരു ഗ്രൂപ്പ് വരുന്നത് കഠിനമായ ക്ഷീണം. അതായത് നമുക്കറിയാം ബെഡിൽ നിന്ന് അനങ്ങാൻ വയ്യാത്ത ക്ഷീണം,
ഒട്ടും വിശപ്പില്ലാത്ത അവസ്ഥ, ഒന്ന് അനങ്ങുമ്പോൾ തന്നെ ശ്വാസം മുട്ട് വരുന്നു. ഈ ഗ്രൂപ്പാണ് ശരിക്കും സിവിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് സിംറ്റംസ് തുടങ്ങി ഒരു 6 ദിവസം ആകുമ്പോൾ ശ്വാസം മുട്ട് വരും. ശ്വാസം മുട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം ന്യൂമോണിയ വന്നു എന്ന് തന്നെയാണ്. 98% ന്യൂമോണിയ കൊണ്ട് തന്നെയാണ് ശ്വാസം മുട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോൾ ബ്രത്ത്ലെസ് പേഷ്യൻസ് യൂഷ്വലി ടെസ്റ്റ് ചെയ്തിട്ട് 6 ദിവസത്തിനകം ഒക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് മുമ്പത്തൊരു വേവ് പോലെയല്ല, സിംറ്റംസ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾ അലേർട്ടായിരിക്കണം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടണം. അപ്പം ഞാൻ ഈ പറഞ്ഞ മോഡറേറ്റ് സിംറ്റംസ് ഉള്ള, നടക്കുമ്പോൾ ഓക്സിജനേഷൻ കുറഞ്ഞു വരുന്നു, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ തുടങ്ങി ഒരു 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ കഠിനമായ പേശീവേദനയും പനിയും കൂടി വരുന്നു, കടുത്ത ചുമയും ശ്വാസം മുട്ടും ഒന്ന് അനങ്ങുമ്പോൾ പോലെ ഉണ്ട്, അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ഡെലീറിയസ് സ്റ്റേറ്റിലോട്ടൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. ഇപ്പം ഇതാണ് സിവിയർ കേസ് എന്ന് പറയുന്നത്. അത് ക്രിട്ടിക്കലായിട്ടുള്ള C കാറ്റഗറി എന്ന് പറയുന്നത് അമിതമായ ഓക്സിജൻ കുറയുന്നു, ഒന്ന് അനങ്ങുമ്പോൾ തന്നെ ഓക്സിജൻ ഡീസാച്ചുറേറ്റ് ചെയ്യുന്നു, കഠിനമായ ശ്വാസം മുട്ടും ചുമയും വരുന്നു. ഈ 3 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ മൈൽഡ് സിംറ്റംസ് ആണ് പലർക്കും ഉള്ളത്. ഒരു 80% ആൾക്കാർക്കും അത് തന്നെയാണ് കണ്ടുവരുന്നത്. ഇത് അവഗണിക്കുന്നവർക്കാണ് പലപ്പോഴും ഈ അസുഖം കൂടി വരും. ഈ അവഗണിക്കുന്ന ഗ്രൂപ്പ് ആരാണ്? അവർ ഡിനേ ചെയ്യുക, എനിക്കിത് ഫ്ലൂ പനിയാണ്, വേറൊന്നുമില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, താമസിച്ച് ടെസ്റ്റ് ചെയ്ത് സിംറ്റം ഉണ്ടെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് ശ്വാസം മുട്ടി. അതാണ് ശരിക്കും ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ചെറുപ്പക്കാർ ഒരുപാട് പേര് നിവൃത്തികേട് കൊണ്ട് ജോലിക്ക് പോകുന്നു. മൈൽഡ് സിംറ്റം ഉണ്ടായിട്ടും അവർ ജോലിക്ക് പോയി, ശ്വാസം മുട്ട് കൂടിയിട്ടും അവർ ജോലിക്ക് പോയി, അമിതമായ ന്യൂമോണിയ വന്ന് അവർ വീട്ടിൽ തന്നെ തളർന്ന് കിടക്കുമ്പോഴാണ് ആൾക്കാർ വളരെ പാനിക്കായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. ആ സമയത്ത് ഹോസ്പിറ്റൽസൊക്കെ ഫുള്ളാണ്, ലേറ്റായിട്ട് എത്തിച്ചിട്ടും വലിയ കാര്യമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറയാം, കോവിഡിന് പണ്ടത്തെ മാതിരിയല്ല, നമുക്ക് കുറച്ച് ഇഫക്റ്റീവ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കുറച്ചൊക്കെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഏർലി ആയിട്ട് റൈറ്റ് ടൈമിൽ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്നാലേ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. ശരി, ഡോക്ടർ പത്മനാഭ ഷേണായി, ഞാൻ തുടക്കത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ, അതായത് കേരളത്തിലെ ആളുകൾ അത്ര അധികം, അതായത് അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നമ്മൾ, എങ്കിൽ പോലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന്. അതിനിടയിലാണ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ ഒരു കണ്ടെത്തലായ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ പറയുന്നു, വൈറസിൻ്റെ ബ്രിട്ടൻ വകഭേദമാണ് ഡൽഹിയിൽ രോഗവ്യാപനം ഇത്ര രൂക്ഷമാക്കിയിട്ടുള്ളതെന്നാണ്. നമ്മൾ ബ്രിട്ടൻ വകഭേദത്തെക്കുറിച്ച്, ദക്ഷിണാഫ്രിക്കൻ വകഭേദത്തെക്കുറിച്ച്, ബ്രസീലിയൻ വകഭേദത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ കേരളത്തിലും കോവിഡിൻ്റെ പല വകഭേദങ്ങൾ ഉണ്ടായേക്കാം എന്ന് നമ്മളൊരു അനുമാനത്തിലെത്തിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടൻ വകഭേദമാണ് ഡൽഹിയിൽ കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കിയതെങ്കിൽ അങ്ങനെ ഒരു വകഭേദം കേരളത്തിലില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഗുരുകൃഷ്ണൻ. കേരളത്തിൽ വ്യാപനം ഉണ്ടാക്കിയത് ഒരു വൈറസ് മ്യൂട്ടന്റ് ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അത് E440K ആണോ, അതോ ബ്രിട്ടീഷ് വേരിയന്റ് ആണോ, അതോ ഡബിൾ മ്യൂട്ടന്റ് ആയിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് അമരാവതിയിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെയിൻ ആണോ, ഇത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. എന്താണ് ഈ വേരിയന്റിന്റെ സിഗ്നിഫിക്കൻസ്? ബ്രിട്ടൻ വേരിയന്റ് ആണ് തമിഴ്നാട്ടിലും കർണാടകയിലും പടർന്നു പിടിക്കുന്ന റിപ്പോർട്ട്സ് ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലും മിക്കവാറും ബ്രിട്ടൻ വേരിയന്റ് തന്നെ ആകാനാണ് സാധ്യത. പെട്ടെന്ന് അതുകൊണ്ടായിരിക്കും സ്പൈക്ക് ചെയ്തത്. പക്ഷേ ബ്രിട്ടൻ വേരിയന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വാക്സിൻ, അതായത് കോവിഷീൽഡ് അതിനെതിരെ വളരെ എഫക്റ്റീവ് ആണെന്ന് ബ്രിട്ടനിൽ നടത്തിയ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ കോവിഷീൽഡ് കൊടുത്തിരിക്കുന്ന പേഷ്യൻസിന് ഈ ബ്രിട്ടൻ വേരിയന്റ് വന്നു കഴിഞ്ഞാൽ അസുഖം മൈൽഡ് ആയിട്ട് വന്നു പോകും, അല്ലെങ്കിൽ അസുഖം വരാനുള്ള ചാൻസ് വളരെ കുറയും. പക്ഷേ ഈ ഡബിൾ മ്യൂട്ടന്റെ കാര്യത്തിൽ നമുക്ക് ഇനിയും ക്ലാരിറ്റി വരാണ്ടത്. മഹാരാഷ്ട്രയിലുള്ള വേരിയന്റിന് എതിരെ ഈ കോവിഷീൽഡിന്റെയും കോവാക്സിന്റെ എഫിക്കസിയിൽ ഇപ്പോഴും ശാസ്ത്രലോകത്തിന് അതിൻ്റെതായ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ബ്രിട്ടൻ വേരിയന്റ് ആണ് കേരളത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ അതൊരു നല്ല സൂചനയാണ്. അപ്പോൾ നമുക്ക് മാർച്ച് 15 വരെയുള്ള സ്റ്റഡീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. മാർച്ച് 15 വരെ കേരളത്തിലെ ബ്രിട്ടൻ വേരിയന്റ് സാന്നിധ്യം വളരെ കൂടുതലല്ല. പക്ഷേ മാർച്ച് 15 ശേഷമാണ് കേരളത്തിൽ കേസുകൾ കൂടി തുടങ്ങിയത് നമുക്കറിയാം. മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യ വാരത്തിലും ഒക്കെയാണ് കേസുകൾ വളരെയധികം കൂടി തുടങ്ങിയത്. ഏപ്രിൽ 7 ശേഷമാണ് വലിയൊരു പീക്ക് വന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള നമ്മുടെ ജനറ്റിക് സാമ്പിളിംഗ് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലയിൽ നിന്നും 100 സാമ്പിൾ വീതം IGIBയിൽ പോയിട്ടുണ്ട്. വിനോദ് സ്കറിയയുടെ ടീം അത് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് അടുത്ത ഒരാഴ്ചയ്ക്കുള്ള, അതായത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും. പക്ഷേ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ബ്രിട്ടൻ വേരിയന്റ് ആണ് ഡൽഹിയിൽ ഇത്രയധികം സ്ഥിതി മോശമാക്കിയതെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യം കേരളത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രശ്നത്തിലാകാൻ സാധ്യതയില്ലേ?
ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ പ്രശ്നത്തിലാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മുടെ കേസുകൾ ഇത്രയും കൂടുന്നത്. ഇപ്പം നമ്മളൊരു 10 ലക്ഷം പേരിൽ എത്ര പേർക്ക് കേസ് ഉണ്ടാകുന്നത് ഡൽഹിയുടെക്കാളും കൂടുതലാണ് എറണാകുളത്തെ രോഗവ്യാപനം. അപ്പം നമ്മുടെ രോഗവ്യാപനം കൂടുതലാണ്. ഞാൻ പറഞ്ഞത് വാക്സിൻ ഇവേഷൻ, നമുക്ക് ഇവിടെ പകരുന്ന രോഗത്തിന് വാക്സിനും എഫക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാകും. പക്ഷേ ഈ ബ്രിട്ടീഷ് വേരിയന്റിന്റെ പ്രശ്നം അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ R0, അതായത് ഒരാൾ എത്തുന്നത് എത്ര പേർക്ക് രോഗം പകരുന്നു, അത് 3 എന്നുള്ളത് ഡെഫിനറ്റ്ലി 4 or 5 ഒക്കെയാണ് ഈ ബ്രിട്ടൻ വേരിയന്റിന്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാം. നാട്ടിൽ പണ്ട് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ, അയാളുടെ വീട്ടിൽ അസുഖം വന്നു കഴിഞ്ഞാൽ 1 or 2 പേർക്ക് അസുഖം പിടിപെടുമെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും അസുഖം പിടിപെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം ഡെഫിനറ്റ്ലി മോർ ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ള വേരിയന്റ് ആണ് കേരളത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്, സംശയമൊന്നുമില്ല. അത് ഏത് വേരിയന്റ് ആണെന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്താണ് അത് നമ്മുടെ പബ്ലിക് ഹെൽത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വേരിയന്റ് ആണെങ്കിൽ വൈറസിന് ട്രാൻസ്മിസിബിലിറ്റി കൂടിയത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്കിന്റെ ക്വാളിറ്റിയും മാസ്ക് വെക്കുന്ന വിധവും ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇനി മുതൽ ഈ തുണി മാസ്ക് വെച്ചിട്ട് വലിയ കാര്യമില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? B1C കൂടുതൽ ട്രാൻസ്മിസിബിൾ വേരിയന്റ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ എത്ര ബെറ്റർ മാസ്ക് വെക്കുന്നു അത്രയും നല്ലതാണ്. N95 അല്ലെങ്കിൽ സർജിക്കൽ നല്ല 3 ലെയർ സർജിക്കൽ മാസ്ക്. അല്ല ഡോക്ടർ, അതിലൊന്ന് വ്യക്തമായിട്ടൊന്ന് പറയണം ഡോക്ടർ. അതായത് ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകർക്കിടയിൽ പോലും സാധാരണ നിലയിൽ തുണി മാസ്ക് വെക്കുന്നവരുണ്ട്. നമുക്കറിയാലോ, നമ്മൾ മാസ്ക് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫാഷൻ്റെ ഭാഗമായി കണ്ട് ഡ്രസ്സിനോട് യോജിച്ച കളറുള്ള മാസ്ക് ഒക്കെ ധരിച്ചു വരുന്നവരുണ്ട്, അത് പിന്തുടരുന്നവരുണ്ട്. ഇപ്പോഴും തുണി മാസ്ക്, ഒരു മാസ്ക് ധരിച്ചാൽ മതി, പ്രശ്നം തീർന്നു എന്ന് കരുതുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് എൻ്റെ ചോദ്യം. അതായത് ഡോക്ടർ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയണം, ഏത് തരം മാസ്ക് ആണ് ഈ പുതിയ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഏറ്റവും നല്ല മാസ്ക് ഏതാണ് അത് യൂസ് ചെയ്യുക. ഏറ്റവും നല്ല മാസ്കിന്റെ ക്വാളിറ്റി നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഏറ്റവും നല്ല മാസ്ക് N95 മാസ്ക് ആണ്. N95 മാസ്കിന്റെ വില താരതമ്യേന വളരെ കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിപണിയിൽ ചെറിയ വിലയ്ക്ക് ലഭ്യമാണ്. ഒന്ന് അതുകൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 ഡബിൾ മാസ്ക് യൂസ് ചെയ്യാം. അതായത് ആദ്യം ഒരു സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യാം, അതിന്റെ പുറത്ത് ഒരു ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്യാം. ഡബിൾ മാസ്കിംഗ് എന്ന് പറയും. അതും വളരെ എഫക്റ്റീവ് ആണ്. 2 മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കൂടുതൽ ആളുകൾ വെക്കും തോറും നമ്മുടെ ശ്രമങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത വളരെ കുറയുന്നു. അതിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാത്രം മാസ്ക് വെച്ചാൽ പോരാ, നമ്മൾ സംസാരിക്കുന്ന ആളും നമ്മൾ ഇടപഴകുന്നവരും മാസ്ക് വെക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യുക. നമ്മൾ ഒരാളെ കാണുമ്പോൾ, പണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പാടില്ല, എനിക്ക് അത് അലർജിയാണെന്ന് നമ്മൾ പറയുന്നത് പോലെ, അതേ ആർജവത്തോടുകൂടെ അതേ ധൈര്യത്തോടുകൂടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് മാസ്ക് വെക്കാത്തവരോട് ഞാൻ സംസാരിക്കില്ല എന്നുള്ള നിലപാട് നമ്മൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ മാസ്കിംഗ് ഇംപ്രൂവ് ചെയ്യും. എറണാകുളത്ത് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ട കാഴ്ച ബെറ്റർ ആണ്. ഡെഫിനറ്റ്ലി മാസ്കിംഗ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആളുകൾ വെക്കുന്ന മാസ്ക് എല്ലാവരും വെക്കുന്നുണ്ട്. പക്ഷേ ക്ലോത്ത് മാസ്ക് ആണ് വെക്കുന്നത്, പക്ഷേ മാസ്ക് വെക്കുന്നുണ്ട്. അത് തന്നെ ഒരു വെൽക്കം ചേഞ്ച് ആണ്. ഇനി ഒരു ഡിഫറെന്റ് വേരിയന്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരു ബെറ്റർ മാസ്ക് വെക്കുന്നത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ഭയം വന്നിട്ടുണ്ട്. ആളുകൾ കുറച്ചുകൂടി ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറച്ചുകൂടി അതിനോട് സഹകരിക്കാൻ ആൾക്കാർ തയ്യാറായിട്ടുണ്ട്. ചിലയിടങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ ആളുകൾക്കുള്ളിൽ ഒരു ഭീതി ഉണ്ടായിട്ടുണ്ട് ഈ 2ാം വരവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മൾ തന്നെ പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നത്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് വാക്സിനേഷനാണ്. പരമാവധി ആളുകൾ വാക്സിനേറ്റഡ് ആവുക, അങ്ങനെ മരണസാധ്യത അതല്ലെങ്കിൽ രോഗത്തിൻ്റെ തീവ്ര സാധ്യതയെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താം. അതൊരു മിനിമം ഗ്യാരണ്ടിയാണ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ തുടക്കത്തിൽ ആളുകളിൽ പലരും സംശയിച്ച് നിന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി വരുമ്പോൾ വാക്സിൻ കൃത്യമായിട്ട് കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. താങ്കളുടെ വിലയിരുത്തലിൽ ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ, അതായത് കോവിഡിൻ്റെ വ്യാപനം തടയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ ശ്രമങ്ങളിൽ എവിടെയെങ്കിലും പാളിച്ചകൾ താങ്കൾ കാണുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു കറക്ഷൻ വേണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ടോ ഡോക്ടർ ഫസൽ ഗഫൂർ? അല്ല, ഞാൻ ആ പഴയ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയക്കാർ, ജനങ്ങൾ, മത സദസ്സുകൾ, അതെല്ലാം പോട്ടെ, അതല്ല ഇഷ്യൂ ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നത് ബുദ്ധിമുട്ട് പറഞ്ഞുതരാം. ഞങ്ങളുടെ അവിടെ വാക്സിനേഷൻ സെൻ്റർ ഉണ്ട്. ആദ്യം നിങ്ങൾ പറഞ്ഞ മാതിരി 50-60% പേരെ വാക്സിനേഷൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അവർ വാക്സിനേഷന് തയ്യാറായിട്ട് വന്നപ്പോൾ വാക്സിൻ ഇല്ല. അതിനൊരു പരിഹാരമുണ്ടോ? ഏക പരിഹാരം ഇന്നത്തെ സ്ഥിതി അനുസരിച്ചിട്ട് 11 കോടി ഡോസാണ് അവർക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഇന്ത്യയിൽ നമുക്ക് ആവശ്യം, നമ്മളിപ്പോൾ 18 വയസ്സിന് മുകളിലാണെങ്കിൽ തന്നെ 150 കോടി ഡോസ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെവിടെ എത്തി നിൽക്കുന്നുണ്ട്? നമ്മളെന്തോ 13 കോടി എങ്ങാണ്ട് ഡോസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കണക്കിന് പോകണമെങ്കിൽ നമ്മൾ എത്ര സമയം എടുക്കും? ഒരു കൊല്ലത്തിൽ മുകളിലെടുക്കും. അപ്പോൾ അതിന് പരിഹാരം നിങ്ങൾ വാക്സിനേഷൻ റാമ്പപ്പ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. വാക്സിൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം.
അതിനെപ്പറ്റി ഇന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാക്സിൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപിടി വാക്സിനുകൾ ഫോറിനിൽ കിട്ടാനുള്ളത് ഞാൻ പഠിച്ചിട്ട് പറയണം വെച്ചാൽ ചില വാക്സിനുകൾക്ക് $10 700 രൂപ സമ്മതിച്ച്, അതേസമയം $5 $8 ഞാൻ അതിൻ്റെ പേരുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നത്, ആസ്ട്രാസെനക്ക അടക്കമുള്ള നോവാമാക്സ് അടക്കമുള്ള വാക്സിനുകൾ $10 $16 കിട്ടാനുണ്ട്. ആ വാക്സിനുകൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഗവൺമെൻറ് നല്ലൊരു തീരുമാനം എടുത്ത് അതിൻ്റെ മുകളിൽ യാതൊരു ഇമ്പോർട്ട് ഡ്യൂട്ടിയും വെക്കൂല എന്നുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് മാത്രമല്ല യു എസ് എയിലൊക്കെ വാക്സിൻ എക്സസൈസ് കിടക്കുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അടിയന്തരമായിട്ട് ഈ വാക്സിനുകൾ ഇവിടെ എത്തിച്ച് നമ്മുടെ ജനങ്ങളിലോട്ട് എത്തിക്കണം. ഒന്ന്. രണ്ടാമത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയണം. അങ്ങനത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ, അതായത് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ പരീക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ആളുകളിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിനുകൾക്ക് മുഴുവൻ ഇറക്കുമതി ചെയ്യാനും അത് പ്രയോഗിക്കാനുമുള്ള അനുമതി നൽകണം. അതല്ലേ താങ്കൾ പറയുന്ന കാര്യം, അല്ലെ നിർദ്ദേശം? അതെ, അത് ഞാൻ പറയുന്നതിന് കാര്യം അതിലുണ്ട്. അതിൽ വില കുറഞ്ഞതും ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. വില കൂടിയതുണ്ട്, മനസ്സിലല്ലേ? അതായത് $50 വരെയൊക്കെ ഉള്ളതുണ്ട്, $40 $20 അതിൽ കുറഞ്ഞ വിലയുള്ളതും കിട്ടാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബംഗ്ലാദേശിലൊക്കെ $5 എന്നുള്ളതാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഓൾറെഡി ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇമ്പോർട്ട് ഡ്യൂട്ടി എടുത്തു കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഓപ്പൺ ജനറൽ ലൈസൻസ് മാതിരിയല്ല, അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇതും കൊടുക്കുകയും ഗവൺമെൻറ് നിയന്ത്രണത്തിൽ കൊണ്ടുവരണം വില. അല്ലാതെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് തോന്നിയ വിലക്കായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പറ്റൂല. അപ്പോൾ അതുമായി തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഉദാഹരണം, നമ്മൾ വിദ്യാഭ്യാസത്തിൽ വരെ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ റിസർവേഷൻ ആയിരിക്കും കൊടുക്കുന്നത് BPA മറ്റേ എക്കണോമിക്കലി ക്രീമി ലെയറിന് താഴെയുള്ളവരെന്ന് പറയുന്നു. അതേമാതിരി പല സൗകര്യങ്ങളും ഫ്രീ ആയിട്ട് പഠനം നമ്മൾ BPL താഴെയുള്ളവർക്കെന്ന് പറയുന്നു. അങ്ങനെയല്ലാതെ എല്ലാവർക്കും കൊടുക്കണം എന്ന് നമ്മൾ ശടിക്കുകയാണെങ്കിൽ ഈ വാക്സിനേഷൻ ഡ്രൈവ് എവിടെ എത്തൂല. അതിന് പകരമായിട്ട് ഒരു വിഭാഗത്തെ നമ്മൾ കണ്ടുപിടിക്കുക. അതൊക്കെ ഗവൺമെൻറ്റിന് നാളെ മറ്റന്നാളൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. ആ വാശി പിടിക്കാൻ പാടില്ല. പ്രതിപക്ഷം ഇത് എല്ലാവർക്കും കൊടുക്കണം എന്ന് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവർ അവർക്ക് കൊടുക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം വെറും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം വാക്സിനേഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് വാക്സിനേഷൻ റാമ്പപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വേവ് മാക്സിമം നിലനിൽക്കാൻ പോകുന്ന 2-3 മാസം കൂടെ ആയിരിക്കുള്ളൂ. അത് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഇവരൊക്കെ വാക്സിനേറ്റ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളൂ? അപ്പോഴത്തേന് ഈ വേവ് പോയി. ഓഫ് കോഴ്സ് ചിലപ്പോൾ ഗുണമുണ്ടാകും, മൂന്നാമതൊരു വേവ് വന്നിരിക്കും. വാക്സിനേഷൻ നിർബന്ധമാണ് താനും. അപ്പോൾ വാക്സിനേഷനുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇവരുടെ സൈറ്റിലൊന്നും കൊടുക്കുന്നത് രസകരമായിട്ടൊരു സംഭവമുണ്ട്. അവരുടെ വാക്സിനേഷൻ സൈറ്റുണ്ട്, കോവാക്സിൻ. അത് ആ സൈറ്റിൽ കോവിൻ ആ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ചിലരതിൽ അടിച്ചു നോക്കുമ്പോൾ ഞാൻ തന്നെ അടിച്ചു നോക്കിയിട്ട് ജൂലൈ 16 ഡേറ്റ് കിട്ടുന്നത്. അതേമാതിരി വലിയൊരു പരാതിയുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കോഴിക്കോട് ടൗണിലിരിക്കുന്ന ഒരാളോട് പോയിട്ട് ബാലുശ്ശേരി പോയിട്ട് വാക്സിനേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അനാവശ്യമായിട്ട് നേരത്തെ തന്നെ നമ്മൾ വല്ലാതൊരു വലിയൊരു ജനക്കൂട്ടത്തെ അവിടെ വരുത്തി വെച്ചു. അതൊക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാലപടങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. വാക്സിനേഷൻ ഇപ്പോൾ തുടങ്ങിയ ഒരു മാറ്റർ മാത്രമേ ഉണ്ട്. അപ്പോൾ വാക്സിനേഷൻ്റെ സാധനം നമ്മൾ വെറുതെ ഇരുന്നു. അതേമാതിരി തന്നെ വാക്സിനേഷൻ ഞാൻ മനസ്സിലാക്കിയുള്ളൂ, അല്ലെ ആരോപണമായിട്ട് ഞാൻ പറയുന്നില്ല, പഠിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതേ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കേട്ടായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. ആ പേരുകളിൽ എടുത്ത് മാറ്റണം, മനസ്സിലെ. ആ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വാക്സിൻ കൊടുക്കുന്നത് വലിയ ലാഭത്തിനാണ്, കൊള്ളലാഭത്തിനാണെന്നുള്ള കൂടെ ഒരു പരാതിയുണ്ട്. കാരണം 200-150 രൂപക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സാധനം പ്രൈവറ്റ് സെക്ടറിൽ 600 ആക്കുക, മറ്റേ സ്റ്റേറ്റുകൾക്ക് 400 ആക്കുക. അങ്ങനെ ആ തരത്തിലുള്ള ട്രിപ്പിൾ പ്രൈസിംഗ് ഒന്നും പാടില്ല. പ്രൈസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു രീതിയായിരിക്കണം. പ്രൈസിംഗ് എന്ന് വെച്ചാൽ അത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് താങ്കൾ പറഞ്ഞു പ്രതിപക്ഷം ഇപ്പോൾ എല്ലാവർക്കും സൗജന്യമായ കേന്ദ്രം അല്ലെങ്കിൽ സർക്കാരുകൾ വാക്സിനേഷൻ സൗജന്യമായി നൽകണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല എന്ന്. സാമ്പത്തിക ശേഷി ഉള്ളവരോ ഇല്ലാത്തവരോ എന്തായാലും ഒരു ജനതയുടെ സുരക്ഷ, ജനതയോടുള്ള രാജ്യത്തിന്റെ കരുതലാണ് വാക്സിനേഷനിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. അതിൽ തർക്കമില്ലല്ലോ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ആധികാരിക ഡോക്യുമെന്റ് ആണ്. ഇത് സർക്കാരിന്റെ ബജറ്റാണ്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലെ 7ാം പേജിൽ പറയുന്നു, I have provided 35,000 crores for COVID-19 vaccine in 2021-22. I am committed to provide further funds if required. പാർലമെന്റിന് മുന്നിൽ കേന്ദ്ര സർക്കാർ വെച്ചിട്ടുള്ള ഔദ്യോഗികമായ ആധികാരിക രേഖയാണ് ഈ ബജറ്റ് രേഖ. അതിൽ പറയുന്ന 35,000 കോടി രൂപ 2021-22 കാലത്തെ വാക്സിനേഷന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു, COVID-19 വാക്സിനേഷന് വേണ്ടി എന്നത്. അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാനുള്ള ബാധ്യത അവർക്കില്ലേ? അതെങ്ങനെയാണ് നമ്മൾ അനാവശ്യമായ ഒരു അവകാശവാദം അല്ലെങ്കിൽ ഒരു ആവശ്യമായി നമുക്ക് കാണേണ്ടി വരുന്നത്?
അല്ല, ഞാൻ പറഞ്ഞത് അത് കറക്റ്റാണ്, നടപ്പാക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവൈലബിലിറ്റി ഓഫ് വാക്സിൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ 3 ലെവൽ വാക്സിൻ്റെ വില പറഞ്ഞു. നമ്മൾ 200, 400, 600 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള വാക്സിൻ വരികയാണെങ്കിൽ അത് വരാൻ പോകുന്നത് ഡോസിന് നേരത്തെ പറഞ്ഞ മാതിരി $5 തൊട്ടിട്ട് $20, $30 വരെ വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പം നമ്മൾക്ക് ഏത് വാക്സിൻ കിട്ടും എന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഫൈസറിൻ്റെയും ജോൺസൻ്റെയൊക്കെ വാക്സിനുകൾക്ക് വില കൂടുതലാണ്, മനസ്സിലല്ലേ? അപ്പോൾ ആ വാക്സിനാണ് അവൈലബിൾ ഉള്ളൂ എങ്കിൽ നമ്മൾ പറഞ്ഞാൽ വില കൂടിയ വാക്സിൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾക്ക് വാക്സിൻ എവിടെ നിന്നായാലും അതിൻ്റെ വില എന്തായാലും ആ വാക്സിൻ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ സാമൂഹ്യനീതി കണക്കിലെടുത്തുകൊണ്ട് തന്നെ, മനസ്സിലായില്ല, അതിനൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്, മനസ്സിലായില്ല. ഞാനിപ്പോൾ വേറെ സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കാസ്പിലൊരു സിസ്റ്റം ഉണ്ട്. ജനറൽ വാർഡിൽ കിടക്കുന്ന പേഷ്യൻറ്റുകളുടെ മുഴുവനും ചിലവ് സർക്കാർ വഹിക്കുന്നുണ്ട്. പക്ഷേ മുറിയിൽ കിടക്കുന്ന ആളുടെ ചിലവ് കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തി വഹിക്കുകയാണ്. അപ്പം ചികിത്സയിൽ അത് 2 തരം ഉണ്ടല്ലോ. അപ്പോൾ 2 തരത്തിലുള്ള ഇത് വരുന്നുണ്ട്. ഒരാൾക്ക് ഒരൊറ്റ പൈസയും ബില്ല് വരുന്നില്ല, മനസ്സിലായില്ല. ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ കാസ്പ് നടപ്പാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ 1000-കണക്കിന് രോഗികൾ നമ്മൾ ചികിത്സിച്ചു. കംപ്ലീറ്റ് ചിലവ് സർക്കാർ വഹിച്ചു. സർക്കാർ നമ്മുടെ ആ പണം റീഇംബേഴ്സ് ചെയ്യുകയും ചെയ്തു, ആ ചെക്ക് ചെയ്തതിനു ശേഷം. അതേസമയം അവിടെ തന്നെ പോയിട്ടൊരു വ്യക്തി ചോദിക്കണം എനിക്ക് റൂമിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ പണം കൊടുക്കണം. അയാൾക്ക് ആസ്ട്രലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അയാൾ മൂക്കിലൂടെ പണം ചിലവാക്കേണ്ടി വരും എന്ന് പറഞ്ഞ മാതിരി ഒരു പോളിസി കൊണ്ടുവരണമെന്ന് മാത്രം പറഞ്ഞു. ഞാനത് എല്ലാവർക്കും ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് അത് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ പ്രവീൺ പ്രദീപ് നമ്മളോടൊപ്പം ഇനി ചർച്ചയിലുണ്ട്. അദ്ദേഹം ഡൽഹി എയിംസിലെ എപ്പിഡമോളജിസ്റ്റ് ആണ്. ഡോക്ടർ പ്രവീൺ പ്രദീപ്, വാർത്തകളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡൽഹിയെക്കുറിച്ച് മനസ്സിലാക്കി ഭയപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് സുഹൃത്തുക്കളൊക്കെ സഹപ്രവർത്തകരും ഒക്കെ വിളിച്ചു പറയുന്നത് ഒരു കോവിഡ് ബാധിതനായി ഗുരുതരമായ ലക്ഷണമുണ്ടെങ്കിൽ അവർക്ക് ആശുപത്രിയിലേക്ക് എത്താൻ പറ്റുന്നില്ല, ദേ ആർ നോട്ട് ഗെറ്റിംഗ് ആക്സസ് ടു എൻ ഹോസ്പിറ്റൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ സങ്കീർണമായിട്ടുണ്ടെന്നാണ്. പ്രാണവായു കിട്ടാതെ മരിക്കുന്നവരുടെ വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. ഡൽഹി ഈ രീതിയിൽ, ഡൽഹിയിൽ ആരോഗ്യ സംവിധാനങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളിലേക്ക് ഡൽഹി വഴിമാറിക്കഴിഞ്ഞോ? ഡൽഹിയിലെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇത് ഡൽഹിയിൽ സംഭവിച്ചത്? എവിടെയാണ് ഇതിന്റെ തുടക്കം? താങ്കൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അതായത് ഒരു പൗരന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അയാളുടെ മാത്രം ഉത്തരവാദിത്വമായി മാറുന്ന ഒരു ആരോഗ്യ അരക്ഷിതാവസ്ഥ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഡൽഹി ഇന്നിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകളിൽ നമുക്കിപ്പോ ഒരു മോഡറേറ്റ് ഡിസീസ് ഉള്ള ഒരാൾക്ക് പോലും ഒരു ആശുപത്രിയിൽ എത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും ആശുപത്രിയിൽ എത്താൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം. പലരും ആരോഗ്യ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവർ പോലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ തന്നെ ബെഡ് കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ ഈ അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളൊക്കെ ഇവിടുത്തെ പല സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡൽഹി പോലുള്ള ഒരു നഗരത്തില് പല തരത്തിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. ചിലർക്ക് അഫോർഡബിൾ ആണ്, ചിലർക്ക് അഫോർഡബിൾ അല്ല. അപ്പൊ ഈ പറയുന്ന അവൈലബിൾ ബെഡുകൾ തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതും പറ്റാത്ത സ്ഥിതിയാണ്. സാധാരണഗതിയിൽ ആശുപത്രിയിലേക്ക് വന്ന് ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള കേസുകൾക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ വളരെ ഡിലേഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചേരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ വീടുകളുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഫില്ലായത് കാരണം കുറേയധികം സഞ്ചരിച്ച് വളരെ ദൂരെയുള്ള ഹോസ്പിറ്റലുകളിൽ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം. അവിടെ ആയിരിക്കും ചിലപ്പോൾ ബെഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട സാഹചര്യം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഇനി ഈ രീതിയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണമെന്ന് പറയുന്നത്. ഡോക്ടർ പ്രവീൺ, ഇവിടെ കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ ഭയപ്പെട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതുപോലുള്ളൊരു സാഹചര്യം, ഒന്ന് നമ്മുടെ അവിടെ മനുഷ്യരാണ്, എവിടെയാണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി വേദനയുണ്ടാകും. പിന്നെ രണ്ടാമത് കേരളത്തിലും ഇതുപോലെ കൂടിക്കൂടി വരികയാണ് കോവിഡ് ബാധിതരുടെ എണ്ണം നാൾക്ക് നാൾ. അപ്പോൾ നമ്മളും ഇതേപോലെ ആശങ്കയാണ്, ഡൽഹി പോലെ ഒരു സാഹചര്യം നമുക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ. അപ്പോൾ എവിടെയായിരുന്നു ഡൽഹിയിൽ ഇതിൻ്റെ തുടക്കം? അതൊരു മിസ്മാനേജ്മെൻറ്റിൻ്റെ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിലൊക്കെ വന്ന വീഴ്ചയാണോ ഇത്ര ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഡൽഹിയെ കൊണ്ടുചെന്ന് എത്തിച്ചത്? ഡൽഹിയിലെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണെന്ന് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ പ്രതിരോധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ എപ്പോഴും ചികിത്സയെക്കുറിച്ച് ആദ്യം സംസാരിക്കുകയും, ഇപ്പൊ നമ്മൾ ഈ ഒരു ചർച്ചയുടെ ഒരു ടാഗ്ലൈൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ ചികിത്സ, പിന്നെ വാക്സിൻ, പിന്നെ പ്രതിരോധം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ആദ്യം പ്രതിരോധം, രണ്ടാമത് വാക്സിൻ, മൂന്നാമത് ചികിത്സ എന്ന് പറയുന്ന രീതിയിലൊരു പ്രയോറിറ്റിയാണ് നമുക്ക് വേണ്ടത്. ശരി, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണെങ്കിലും ശരി, ഈ പറയുന്ന മാസ്കിംഗ് ആണെങ്കിലും ശരി,
കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിട്ട് നമ്മുടെ ഈ പറയുന്ന ഇവിടുത്തെ MCD പോലുള്ള മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടൊക്കെ പെരുമാറിയിട്ട് ഈ കേസിന്റെ സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ജീനോമിക് സർവീലൻസ് ഒക്കെ നടത്തിയിട്ട് ഒരു പുതിയ വേരിയന്റ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കേസുകൾ ഏപ്രിൽ മാസം ആദ്യം മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടാമതൊരു വേവിലേക്ക് പോകുന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ആൾക്കാരുടെ ബിഹേവിയറിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. അതായത് വാക്സിൻ വന്നു, ആദ്യത്തെ വേവ് വന്നിട്ട് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചില്ല, ഇനിയൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ്, ഓവർ കോൺഫിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് ആളുകൾ പൊതുവെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ സംവിധാനവും ആ രീതിയിൽ ഈ കാര്യത്തെ ലഘുവായി എടുത്തെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ അസുഖം ദിനം പ്രതിയുള്ള കേസുകൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത്തരം കേസുകളുടെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ 10% കേസുകൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ 10% ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന്റെ പകുതിയിലധികം കേസുകൾക്ക് ഈ പറയുന്ന രീതിയിൽ ഓക്സിജൻ ആവശ്യമായിട്ട് വരും. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ പാൻഡമിക് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലേക്ക് ഡെയിലി കേസുകളുടെ എണ്ണം കൂടുകയും നമ്മുടെ സംവിധാനത്തിന് നേരിടാൻ പറ്റുന്ന കേസുകളുടെ എണ്ണം അത് ഇവിടെ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഡോക്ടർ അഷിൽ അത് ആദ്യം പറഞ്ഞു. ഓരോ സ്റ്റേറ്റിനും ഓരോ റീജിയനും താങ്ങാൻ പറ്റുന്ന കേസുകളുടെ ഒരു നമ്പർ ഉണ്ട്, ഡെയിലി കേസുകളുടെ ഒരു നമ്പർ ഉണ്ട്. അത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അതിന് മുന്നേ ശ്രമിക്കണം. ഡൽഹി ഇന്ത്യയിലെ മറ്റു പല നഗരങ്ങൾക്കും ഒരു പാഠമായി മാറണം. ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇനി മറ്റുള്ള നഗരങ്ങൾക്ക് സംഭവിക്കാം. നമ്മൾ ഈ ഫസ്റ്റ് വേവ് നോക്കിയാൽ തന്നെ മറ്റു പല നഗരങ്ങളിലും ഒരു 2 ആഴ്ച 3 ആഴ്ച ഇടവിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബാക്കിയുള്ള നഗരങ്ങൾക്ക് ഇനിയും ഒരു 4-5 ആഴ്ച സമയമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പാഠത്തിൽ നിന്നെങ്കിലും പഠിക്കാൻ പറ്റണം. ഡൽഹിയുടെ അതാണ് ഡോക്ടർ മുഹമ്മദ് അഷീദ് നമ്മളോട് പറഞ്ഞത്. സർജ് ത്രഷോൾഡ് എന്ന് അദ്ദേഹം പറഞ്ഞത് അതാണ്. ഈ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ ഡോക്ടർ പ്രവീൺ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലെ അതേ സാഹചര്യം തന്നെ കേരളത്തിലും വരാം, അല്ലേ? ആർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ വൈറസ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പൊ അതിന് മ്യൂട്ടേഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. അത് എത്രമാത്രം വിറുലന്റ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്മിസിബിലിറ്റി കൂടുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സംഭവമല്ല. വൈറസിന് ഡൽഹിക്കാരനൊന്നോ മലയാളിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫണ്ടമെന്റൽ മിസ്റ്റേക്കുകൾ ആർക്ക് സംഭവിച്ചാലും ആരും ഇവിടെ വരെ എത്തി നിൽക്കും. ഇപ്പൊ ഡൽഹിയുടെ കേസ് തന്നെ ഇനി അടുത്ത 2 ആഴ്ച എന്താണെന്നുള്ളത് പ്രവചനാതീതമാണ്. അപ്പോ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡയമെൻഷനിലായിരിക്കില്ല ചിലപ്പോൾ ശരി ഡോക്ടർ പ്രവീൺ ഏതായാലും വലിയ കുഴപ്പങ്ങൾ ഡൽഹിയിൽ സംഭവിക്കാതിരിക്കട്ടെ. തൽക്കാലം അതല്ലേ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റൂ. ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ ഡൽഹിയിലെ കാര്യങ്ങൾ കൂടുതലായി അറിയാനുമുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ഡൽഹിയിലെ പ്രസിഡന്റ് ശ്രീ ജോഷി മാത്യുവും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീ ജോഷി മാത്യു, ഈ ഡൽഹിയിലെ ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾക്കൊക്കെ താങ്ങാൻ കഴിയുന്നതിലും അധികം കോവിഡ് ബാധിതരുടെ എണ്ണം ഇങ്ങനെ പെരുകി വരുന്ന സാഹചര്യത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഡൽഹിയിലെ മലയാളികളായിട്ടുള്ള നഴ്സുമാർ അഹോരാത്രം ഈ കോവിഡ് ബാധിതർക്ക് വേണ്ടിയുള്ള ചികിത്സയും അവർക്ക് വേണ്ടിയുള്ള മറ്റ് സഹായമൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾ ഉണ്ട്. പ്രശംസനീയമാണ് നിങ്ങളടക്കമുള്ള ആരോഗ്യരംഗത്തെ പ്രവർത്തകർ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഞാനത് ആദ്യം എടുത്തു പറയുകയാണ്. നിങ്ങൾ കൺമുന്നിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് ജോഷി? സത്യത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാനാണ് ഇന്ന് താങ്കളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഡൽഹിയിലെ സ്ഥിതി വളരെ ഭയാനകമാണ്. രോഗികൾ ഓക്സിജൻ കിട്ടാതെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആകാൻ കഴിയാതെ വളരെയധികം കഷ്ടതയോടുകൂടി റോഡുകളിൽ വീഴുകയാണ്. അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള രീതിയിലാണ് ഡൽഹിയിലെ സ്ഥിതിവിശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കോവിഡ് കണക്ക് തന്നെ 25,000-നടുത്ത് കേസുകളാണ്. കഴിഞ്ഞ 15-20 ദിവസങ്ങളായിട്ട് 25,000-30,000 കേസുകളാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ 30 മുതൽ 35% വരെ പല ഹോസ്പിറ്റലുകളിലും ബെഡ് കപ്പാസിറ്റി ഉയർത്തിയിട്ടും അതിൻ്റെതായ രീതിയിൽ പേഷ്യന്റിന് ഉൾക്കൊള്ളാനായിട്ട് കഴിയാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓക്സിജന്റെ ഷോർട്ടേജ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും 1 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെയുള്ള ഓക്സിജൻ സ്റ്റോക്ക് ഉണ്ടാവുകയും അതിനുശേഷം പല രോഗികളും ഓക്സിജൻ കിട്ടാതെ പ്രാണവായു കിട്ടാതെ മരണപ്പെടുകയും ചെയ്യുകയാണ്. വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഡൽഹി കടന്നു പോകുന്നത്. ഡോക്ടർ പ്രവീണിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ പൊതുജനങ്ങൾക്ക് ഡൽഹി ഗവൺമെന്റ് കർഫ്യൂ നടത്തുകയുണ്ടായി. 2 ആഴ്ചത്തേന് കർഫ്യൂ പ്രഖ്യാപിച്ചെങ്കിലും
ഇവിടെയുള്ള പൊതുജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അവർക്ക് എത്രമാത്രം ഈ കർഫ്യൂവിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവർ ഈ രോഗവ്യാപനത്തെ പറ്റി അവര് അവെയർ ആണ് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ താമസിക്കുന്ന ഈ ഏരിയകളിലും അല്ലെങ്കിൽ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും പൊതുജനങ്ങൾ മാസ്ക് പോലും ധരിക്കാതെ കൂട്ടം കൂടുകയും ഒരു കർഫ്യൂ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോക്ക്ഡൌൺ ഒരു സ്ഥിതിവിശേഷത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്രയും ആരോഗ്യ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ മാനിക്കാതെ ആളുകൾ കൂട്ടം കൂടുകയും മാസ്ക് പോലും ധരിക്കാതെ അവർ അവരുടേതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ്. പിന്നെ ഞങ്ങൾ നേഴ്സുമാര് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സായിട്ട് ഈ ഒരു ആശുപത്രികളിൽ രോഗിയെ പരിചരണത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം വേദനാജനകത്തോടു കൂടിയേ പറയാൻ പറ്റത്തുള്ളൂ. 8 മുതൽ 12 മണിക്കൂറും 12 മണിക്കൂർ കൂടുതലും PPE യൂസ് ചെയ്തുകൊണ്ട് ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. വേണ്ടത്ര വിശ്രമമോ വേണ്ടത്ര സമയങ്ങളിൽ ഭക്ഷണമോ കഴിക്കാൻ സാധിക്കാതെ ആരോഗ്യ പ്രവർത്തകർ നട്ടം തിരിയുകയാണ്. ജീവൻ മരണ പോരാട്ടമാണ് നേഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ ഡൽഹിയിലെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ജോഷി, ഈ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നവരുടെയൊക്കെ പല പല ദൃശ്യങ്ങളൊക്കെ കണ്ടു, പല റിപ്പോർട്ടുകൾ ഞങ്ങൾ വായിച്ചു അറിഞ്ഞു. ഏത് പ്രായത്തിലുള്ള ആളുകളാണ് കൂടുതലായി ഈ തരത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നവർ? ചെറുപ്പക്കാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ? ഇപ്പോൾ വന്നേക്കുന്ന കോവിഡ് വ്യാപനത്തില് കൂടുതലും 25-35 ഇടയ്ക്ക് പ്രായമുള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് ന്യൂമോണിയ ആകുകയും അതുമൂലം ഓക്സിജൻ സാച്ചുറേഷൻ ഡ്രോപ്പ് ആകുകയും അവർക്ക് ഓക്സിജന്റെ ആവശ്യകത കൂടി വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷവും അവരെല്ലാം ആശുപത്രികൾ ICUകളിൽ വെന്റിലേറ്റർ അല്ലെങ്കിൽ NIC ബൈപാസ് സപ്പോർട്ട് കൂടി അവരുടെ ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരും ഉണ്ട് എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. ശരി ജോഷി, ഞാൻ ഏതായാലും വളരെ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വാക്സിനേഷനാണ് നമ്മുടെ മുന്നിൽ ഈ ഘട്ടത്തിൽ. നേരത്തെ ഡോക്ടർ പ്രവീൺ പറഞ്ഞതുപോലെ ചികിത്സയ നമുക്ക് വേണം, അതോടൊപ്പം തന്നെ വാക്സിനേഷനാണ് ഏറ്റവും പ്രധാനമായ പ്രതിരോധത്തിന് നമ്മൾ ശ്രമിക്കേണ്ടത്. വാക്സിനേഷനിലൂടെ മാത്രമാണ് നിലവിലെ സാഹചര്യത്തെ മറികടക്കാൻ നമുക്ക് കഴിയുക. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളും പരാതികളും, അതിനെന്താണ് സർക്കാർ സംവിധാനങ്ങൾ, ഏത് തരത്തിലാണ് വാക്സിൻ ക്ഷാമത്തിന് സർക്കാർ പരിഹാരം കണ്ടെത്താൻ പോകുന്നത്, വാക്സിനേഷനു വേണ്ടി ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെടുന്നവരുണ്ട്, 2ാം ഡോസ് കൃത്യമായ സമയത്ത് കിട്ടിയില്ല എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ നമുക്ക് നൽകും. ഈ ഇടവേള